ഒരു പ്ലം കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 3 മുട്ട, ബ്രൗൺ ഷുഗർ 1/2 കപ്പ്, സാധാരണ ഷുഗർ 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, പട്ട, ഗ്രാമ്പൂ, ജാതിക്ക എല്ലാം കൂടെ പൊടിച്ചത് 1/2 ടീസ്പൂൺ, വാനില എസൻസ് 1/2 ടീസ്പൂൺ, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ 1/4 കപ്പുണ്ട്. ഇത് 2-3 ആഴ്ചയോളം റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിന് പകരമായിട്ട് ഗ്രേപ്പ് ജ്യൂസിലോ ഓറഞ്ച് ജ്യൂസിലോ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്താലും മതി. പിന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ആവശ്യം വരും. പിന്നെ കുറച്ച് എക്സ്ട്രാ മൈദ. ആദ്യം നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് എടുത്തു വച്ചിരുന്ന ബ്രൗൺ ഷുഗർ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ഒഴിച്ചപ്പോൾ ഷുഗർ ക്രിസ്റ്റൽ ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് അലിയിച്ചെടുക്കാം. കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ബേക്കിംഗ് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ടൊന്ന് തട്ടിയെടുക്കാം. മുട്ട നമ്മളൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ഇടാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ടയും പഞ്ചസാരയും കൂടെ നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പെയിൽ യെല്ലോ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വാനില എസൻസ് ചേർക്കാം. ഇനി പട്ട, ഗ്രാമ്പൂ, ജാതിക്ക എല്ലാം കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇനി മൈദയും ബേക്കിംഗ് പൗഡറും ചേർക്കാം. ഇനി നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി തണുക്കാൻ വെച്ചിരുന്ന കാരമൽ സിറപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ചേർക്കാം. നന്നായിട്ടൊന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം.
നമുക്കിനി ഈ മിക്സ് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. നമുക്കിനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓവനിൽ വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പകുതി സമയമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിരിച്ച് ഓവനിലേക്ക് തന്നെ വെച്ച് ബാക്കി ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് നേരം ടിന്നിൽ തന്നെ ഇരിക്കണം. അതിനുശേഷം മാറ്റി കട്ട് ചെയ്തെടുക്കാം.